ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തട്ടുകടയുടെ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് വേണ്ടത് സ്പൈസ് പൗഡേഴ്സ്. ഇത് നമുക്കൊരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾക്ക് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടി ആയാലും പ്രശ്നമില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള മുളക് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാ വറ്റൽമുളകാണ് ക്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിലും മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി അതിൻ്റെ തോലോട് കൂടിയിട്ട് ചതച്ചെടുത്തത് ഒരു 2-3 അല്ലി, അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു 1/2 ഇഞ്ച് കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ചെറിയൊരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീര് കുരുവില്ലാതെ എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒന്നെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കൈക്കൊണ്ട് ഒന്ന് കീറിയിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കറിവേപ്പിലയുടെ ഒരു കംപ്ലീറ്റ് ഫ്ലേവർ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങുള്ളൂ. ഇവിടെ ഈ ഒരു മാരിനേഷനൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് എല്ലാം പക്ക തട്ടുകട സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. നമ്മളിതിന് ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക ഒന്നും ചെയ്യണില്ല, എല്ലാം ഒരു ബൗളിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് വെളുത്തുള്ളി പേസ്റ്റിന് പുറമേ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും ഇതുപോലെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇവിടെ ഇപ്പോൾ മാരിനേഷന് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. മീഡിയം പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ പീസിലും ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ നല്ലതുപോലെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് പകരം ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇത് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വലിയ പീസസ് ആയിട്ടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മസാലയിൽ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെ ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒരു സൈഡിലോട്ട് മാറ്റി മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിത് 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് മൂടി വെച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിരുന്നു. പാൻ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് ആ ഒരു നാടൻ ടേസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് കിട്ടുള്ളൂ. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുൻപ് ചിക്കൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് ചൂടായ വെളിച്ചെണ്ണയിലേക്കല്ല കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്, ഒരു മീഡിയം ചൂടേ വെളിച്ചെണ്ണയ്ക്ക് പാടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഫ്ലെയിം മീഡിയം ആയിട്ട് കീപ്പ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ പുറം ഭാഗം ഡാർക്ക് കളർ ആവുകയും ഉള്ളിലോട്ടാണെങ്കിൽ നല്ലതുപോലെ കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തതും നമ്മളിത് തിരിച്ചിടാനും ഇളക്കാനും ഒന്നും നിൽക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാരിനേഷനൊക്കെ ചിക്കനിൽ നിന്ന് വിട്ട് വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം.
ഈ ഒരു ടൈമിൽ ഈ ഒരു നാടൻ മസാല ഇങ്ങനെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉള്ള സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു മണം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബാച്ചും ഇതുപോലെ കുക്ക് ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഒരു പക്ക തട്ടുകള സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ചിക്കനും ഈ ഒരു കറിവേപ്പിലയും കൂടി ഒപ്പം വറുത്ത് കോരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ ചിക്കനിലേക്ക് ഒന്നുകൂടെ നന്നായിട്ട് ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടും. പിന്നെ എത്ര ശ്രദ്ധിച്ചാലും ഇതിൽ നിന്ന് കുറച്ചൊക്കെ മാരിനേഷന് ഈ ഒരു ഫ്രൈ പാൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ആ ഒരു മുരിച്ചിൽ ഓരോ ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും കൂടെ അത് വറുത്തെടുക്കണം. അത് കളയരുത്. നമുക്ക് ഈ ഒരു ചിക്കൻ്റെ കൂടെ ലാസ്റ്റ് മുകളിലിട്ടിട്ട് സെർവ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ആ ഒരു മുരിച്ചിലാണ്. അതും കൂട്ടി നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണം. അപ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഓരോ ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുരിച്ചൽ എടുത്ത് മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് ഒരു ബിറ്റർ ടേസ്റ്റ് വരും. ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും കുക്കായി എന്ന് കാണുമ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കറിവേപ്പിലയും കൂടി ഒപ്പം വറുത്ത് കോരി മാറ്റാം. പിന്നെ ചിക്കൻ ഒരുപാട് നേരം ഇട്ടിട്ട് ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് കംപ്ലീറ്റ് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റി അവസാനം ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് പച്ചമുളക് നടുവേ കീറിയതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു കുരു പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മെൽക്കാവാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഗീ റൈസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും തനിയെ കഴിക്കാനായാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.